നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. വെള്ളനാട് ഹോട്ടലിന് മുന്നിൽ ബോർഡ് വച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആര്യനാട് പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് വെള്ളനാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ നാടകീയ സംഭവം അരങ്ങേറിയത്. CPM ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശിക്കെതിരെയാണ് സ്ത്രീകളെ മർദ്ദിച്ചതിലും കുട്ടിയെ മർദ്ദിച്ചതിനും കേസെടുത്തിട്ടുള്ളത്. നെടുമാനൂർ അയനിത്തലയ്ക്കൽ വീട്ടിൽ അരുൺജി റോജിന്റെ ഉടമസ്ഥതയിലുള്ള കടയിൽ വാടകയ്ക്ക് നടത്തുന്ന M² ഹോട്ടലിലെ ബോർഡിനെ ചൊല്ലിയാണ് സംഭവം. കടയുടെ മുന്നിൽ ബോർഡ് വച്ചതുമായി ബന്ധപ്പെട്ട് ശശിയും അരുണിന്റെ ഭാര്യ സുകന്യ രാജും മാതാവ് ഗീതയുമായി വാക്കേറ്റമുണ്ടായി. ഇത് മൊബൈലിൽ പകർത്തുന്നതിനിടെ അരുണിന്റെ 8 വയസ്സുള്ള മകൻ മോഹിത്തിന്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ശശി തട്ടിയെറിഞ്ഞു. കുഞ്ഞിന്റെ കയ്യിൽ അടിയേറ്റ് നീർവീക്കമുണ്ടായി. ഇത് കണ്ട ഗീതയും സുകന്യയും ശശിക്ക് നേരെ തിരിഞ്ഞതോടെ വാക്കേറ്റം കയ്യാങ്കളിയായി. ശശി സുകന്യയും ഗീതയും കൈവീശി അടിക്കുന്നതും ഇവർ പ്രതിരോധിച്ച് അടിക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിലുണ്ട്. തുടർന്ന് ശശി ഇവിടെ നിന്ന് പോകാനായി സ്കൂട്ടറിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ സുകന്യ ശശിയുടെ വാഹനത്തിൽ നിന്ന് താക്കോൽ എടുത്തു മാറ്റി. പിന്നാലെ ശശിയും താക്കോൽ വാങ്ങാനായി കടയിൽ കയറി. തുടർന്ന് ഇവിടെ വച്ചും ഉന്തും തള്ളുമായി. ആളുകൾ കൂടിയതോടെ ചിലർ അനുനയിപ്പിക്കാനെത്തി. പിന്നീട് സുകന്യ, ഗീത, മോഹിത് എന്നിവർ വെള്ളനാട് ആശുപത്രിയിൽ ചികിത്സ തേടി. ആര്യനാട് പോലീസ് സ്ഥലത്തെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തു. കട ഉടമയെ ആക്രമിച്ച ശശിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കടയുടെ മുന്നിൽ ബഹളം വച്ചപ്പോൾ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ആര്യനാട് ഇൻസ്പെക്ടർ VS അജീഷ് ഉറപ്പു നൽകിയതോടെ പ്രതിഷേധം അവസാനിച്ചു. തുടർന്ന് പോലീസ് ശശി എത്തിയ സ്കൂട്ടർ സ്റ്റേഷനിലേക്ക് മാറ്റി. ഞങ്ങളൊരു ഹോട്ടൽ നടത്തുന്നുണ്ട്. മറ്റേ വെള്ളനാട് ഹോസ്റ്റൽ ഓഫീസിന്റെ പറയുന്നത്. അപ്പം ഞാനും അമ്മയും എല്ലാവരും കൂടെയാണ് ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയത്. കടയിൽ നമ്മളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ലൈറ്റ് ബോർഡാണ്. കടയുടെ സമയത്ത് വീണ്ടും വെച്ച് ലൈറ്റ് ബോർഡാണ് വെച്ചിരിക്കുന്നത്. ആ സമയത്ത് എടുത്ത് വെക്കും. അതിനകത്ത് എന്തൊക്കെ കണ്ടന്റ് ഉണ്ട്, ബിരിയാണി റെഡി എന്നൊക്കെയുള്ള ബോർഡ് വെക്കുമല്ലോ, അതേപോലെ ഒരു ബോർഡാണ് വെച്ചിരിക്കുന്നത്. അതെടുത്ത് വെക്കും. പിന്നെ രാത്രിയാകുമ്പോൾ തിരിച്ചിട്ട് ആർക്കും ഒരു ഇല്ലാത്ത റോഡിൽ നിന്ന് ഒരുപാട് വിട്ട് കടയുടെ മുന്നിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോൺസിലൊക്കെ നടന്ന് അപ്പം പുള്ളി ഈ ബോർഡ് കാണുന്നതാണ് തൊട്ടേ നമ്മളടുത്ത് പറഞ്ഞിട്ട് റോഡിലോട്ട് ഇറക്കി വെക്കരുത്, വണ്ടി പാർക്ക് ചെയ്യണം, വണ്ടി പോകാനുള്ള സ്ഥലമാണ്. കടയുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു വണ്ടികളും പാർക്ക് ചെയ്ത് ഇപ്പൊ അവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 2 ദിവസം മുമ്പ് പുള്ളി ഇങ്ങനെ വന്ന് ആ ബോർഡ് കളിച്ച് തൂക്കിയെടുത്ത് കളഞ്ഞു. കുറെ ഒരു റൗണ്ടിസം പോലെ. ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, വൈസ് പ്രസിഡന്റ് ആണ്, ഈ പദവിയിലൊക്കെ ഇരിക്കുന്ന. അതും സ്ത്രീകൾ നടത്തുന്ന ഒരു കടയാണ്. സ്ത്രീകൾക്ക് അപമര്യാദ എലി പോടി എന്നുള്ള പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. പിന്നെ കാണിച്ചു തരാതി അങ്ങനെയൊക്കെയുള്ള സംസാരിച്ച് കൊണ്ടുവന്ന് അത് തൂക്കി കളഞ്ഞു. ആ തൂക്കി കളഞ്ഞ സാധനം ഞങ്ങൾ തന്നെ എടുത്ത് തിരിച്ച് വീട്ടിൽ കടയിൽ തന്നെ കൊണ്ടുവച്ചു. പിന്നെയും കുറെ കൂടെ മാറ്റി ഇങ്ങോട്ട് വെച്ചു, അകത്തോട്ട് കയറ്റി വെച്ചു. ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴ് പുള്ളിക്ക് തൃപ്തിയായിരുന്നു, ബോർഡിരിക്കുന്ന തൃപ്തിയായിരുന്നു. അപ്പൊ ഇന്ന് ഞങ്ങൾ ചായ ഇടിക്കുന്ന ഒരു വണ്ടിയുണ്ട്. അപ്പൊ ആ വണ്ടിയിൽ കുറച്ച് വെള്ളം കിട്ടിയതാണ്. ആ വെള്ളം കിട്ടിക്കിടന്നപ്പോഴത്തേക്ക് അത് ചരിച്ച് അതിന്റെ വെള്ളം കളയാം, ഒരു കല്ല് പൊക്കി സ്ലോപ്പായിട്ട് വെക്കുമ്പോൾ വെള്ളം ഒഴുകി പോകുള്ളൂ, അല്ലെങ്കിൽ അവിടെ കെട്ടി പിന്നെ ഈസിയാവുമെന്ന് പറഞ്ഞ് ഞങ്ങള് സഹായത്തിന് നിൽക്കുന്ന ആ അങ്കിളും ഞാനും എല്ലാരും കൂടി ചേർന്ന് ഈ വണ്ടി കല്ല് വെച്ച് പൊക്കുമായിരുന്നു. പുള്ളി ഇത് കണ്ടുകൊണ്ട് വന്നു. ഉടനെയാണ് പ്രശ്നം ഉണ്ടായത്. ഈ വണ്ടി വീണ്ടും വെളിയിലോട്ട് ഇറക്കി വെക്കുന്നു എന്നായിരിക്കും, അത് നമുക്കറിയത്തില്ല. എന്തായാലും അതിന് അപ്പൊ അപ്പോഴാ മാമൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ മാമ കല്ല് വെച്ചോണ്ടിരിക്കുമ്പോൾ പറഞ്ഞാൽ ഞങ്ങള് വെളിയിലോട്ടല്ല വെക്കുന്നത്, ഞങ്ങൾ അകത്തോട്ട് തന്നെ കയറ്റി വെക്കുക. ഇത് വെള്ളം കിടക്കുന്നത്, അതുകൊണ്ട് അത് പൊക്കി മാറ്റി വന്നു, അതിന് വേണ്ടി ഒരു കല്ല് വെച്ചേക്കുവായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് പരിസരമായിട്ട് ഷൗട്ട് ചെയ്ത് അപ്പൊ പിന്നെ അകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇവൻ ഈ ബഹളം കേട്ട് വഴക്കുണ്ടാവുന്നത് കേട്ട് ഓടി വെളിയിൽ വന്നപ്പോ എന്റെ അടുത്തും മമ്മിയുടെ അടുത്ത് വന്നു. ചേട്ടാ അപ്പോഴേ ഓഫീസിലായിരുന്നു. ചേട്ടാ വെള്ളനാട് പഞ്ചായത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡെയിലി വേജസിലാണ് നിൽക്കുന്നത്. അപ്പോഴും പുള്ളി അവിടെ ആയിരുന്നു. അപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ, ഞങ്ങള് 2 പേരും, പിന്നെ സഹായത്തിന് 2 സ്റ്റാഫും ഉണ്ട്. അപ്പോഴും പിള്ളേര് ഇങ്ങനെ മോന് ആദ്യമേ കുറെ നേരം നോക്കിക്കൊണ്ട് നിന്നു എന്തോ നടക്കുന്നു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവനാണെങ്കിൽ മൊബൈൽ എടുത്ത് വീഡിയോ എടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വീഡിയോ എടുക്കുന്ന ഒരു ശീലമുണ്ട്. പൊതുവെ എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ അവൻ വീഡിയോ എടുക്കും. അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്ത് നീ എന്റെ വീഡിയോ എടുക്കുന്നുണ്ടാന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ കയ്യില് ഒരടി കൊടുത്ത് വീഡിയോ എടുത്തോണ്ടിരുന്നു. അപ്പൊ ആ അടിയില്
കുഞ്ഞിന്റെ കയ്യിലിരുന്ന ഫോൺ അങ്ങ് താഴെ വീഴുകയും ചെയ്ത് അവന്റെ ഈ തള്ളവിരൽ ഇങ്ങനെ മൊബൈൽ പിടിച്ചോണ്ട് ഈ തള്ളവിരലിന്റെ ഇവിടെയാണ് അടിയുള്ളത്. അപ്പം അങ്ങനെ കുഞ്ഞ് കരഞ്ഞു. അപ്പൊ കുഞ്ഞ് കരഞ്ഞപ്പോഴാണ് ഞങ്ങള് അതുവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളും സംസാരങ്ങളും അങ്ങനെ കൈ മുറുക്കി ഞങ്ങള് രണ്ടുപേരെയും എയ്ഡ് ചെയ്യും. പിന്നെ ഞാനാണെങ്കിൽ കുറെയൊക്കെ തട്ടി മാറ്റി കളഞ്ഞു. മമ്മിയുടെ നേരെയും കൈപൊക്കി, എന്റെ നേരെയും കൈപൊക്കി. മമ്മിയുടെ ഒരു ഇടി മമ്മിയുടെ നെഞ്ചത്താണ് ഉള്ളത്. അപ്പം എന്നിട്ട് കുഞ്ഞിനെ അടിച്ച സമയത്ത് ഞാൻ ഓടിപ്പോയി അങ്ങേരെ വണ്ടിയുടെ ചാവി എടുത്തിട്ട് വന്ന് ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. ആളുകൾ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങേർക്ക് ബാധകമല്ല. കാരണം ഒരു ജനപ്രതിനിധിയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് എടുക്കേണ്ട ഒരാളാണ്. ഇത്രയും സത്യം പറഞ്ഞ ഒരു റൗഡി എങ്ങനെയാണോ കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. ഇനി ഈ ബോർഡെല്ലാം തൂക്കിയെടുത്ത് കളഞ്ഞിട്ട് ഞാൻ അടിച്ചു പൊട്ടിപ്പോയി. കട നമ്മൾ റെന്റിനെടുത്ത്, നമ്മളെ സ്വന്തം കട റെന്റിനെടുത്തതാണ്. അപ്പോഴ് അടിച്ചു പിടിക്കുക. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഓരോ ദിവസം രാത്രിയിൽ, അത് 2-3 ദിവസം മുമ്പുള്ള ഭീഷണിയാണ്. ഓരോ ദിവസം നമ്മൾ ഈ കട പൂട്ടി പോകുമ്പോഴും നമുക്ക് പേടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഫ്രണ്ടില് ഷട്ടറും അടപ്പുറപ്പുള്ള ഒന്നുമില്ല. ഒരു ഗ്ലാസ് ആണ് ഫ്രണ്ടിൽ. അപ്പം ആ ഗ്ലാസ് ആരെങ്കിലും അടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള നഷ്ടപരിഹാരം ഇങ്ങനെ അത് കാണുമോ? ഇങ്ങനൊരു സംഭവത്തിന് നിങ്ങളുടെ കടയിൽ മാത്രം പുള്ളിക്ക് ഇങ്ങനെ ഒരു തോന്നാൻ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങള് ഒന്നും ആ മെമ്പർ എന്നല്ലാത്ത ചേട്ടൻ ആ പുള്ളിയായിട്ട് ഒരു ഇതും ഇല്ല. നല്ല